പ്രയാഗ, ഹായ്, വെൽക്കം. താങ്ക് യു സോ മച്ച് അമൻ. ഞാൻ എപ്പോഴും പ്രയാഗ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂവിന് പോകാനാണ് ഭയം, കാരണം അപ്പോൾ പലതും ആലോചിക്കേണ്ടി വരുന്നത്. അങ്ങനെ പറയുന്ന ഒരാൾ ഇതുപോലൊരു സെഷനിൽ ഇത്രയും ആളുകളുടെ മുമ്പിൽ വന്നിരിക്കുക, ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് എടുത്തത്? ഒരു നാല് അഞ്ച് വർഷമായി ഞാൻ ആക്റ്റീവായിട്ട് സിനിമ ചെയ്തിട്ട്. ഒരു ലോങ് ബ്രേക്കിലായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂസ് അതിനിടയ്ക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻ്റർവ്യൂസ് കൊടുക്കാതിരുന്നത്. ഇപ്പോൾ എന്തിനൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഈ വേദിയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഞാൻ ചൂസ് ചെയ്ത് സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗ ഐ ഫീൽ റെഡി ടു ഗെറ്റ് ബാക്ക് ഇൻ ഡു ഫിലിംസ്. സോ ഓക്കെ, അതൊരു പോയിൻ്റാണ്. ഞാൻ യു ഫീൽ റെഡി അല്ലേ? റെഡി ആയിരിക്കുക എന്നുള്ളതൊരു ടൈമല്ല, ഒരു ഡിസിഷനാണെന്ന് എപ്പോഴും പറയാറുണ്ട്. ഇപ്പം ഒരു 4 വർഷത്തെ ബ്രേക്കാണ് പ്രയാഗ എടുത്തത്. സാധാരണ പറയാറുണ്ട് സിനിമയിൽ സ്ത്രീകൾക്ക് വളരെ കുറച്ച് കാലത്തെ സമയമേ ഉള്ളൂ എന്ന്. അങ്ങനൊരു പേടിയുള്ളപ്പോൾ പോലും ഈ ഒരു 4 വർഷം ഒരു ആർട്ടിസ്റ്റ് ബ്രേക്ക് എടുക്കുക, ആ തീരുമാനത്തിനൊരു വലിയ ധൈര്യം വേണം. കാരണം തിരിച്ചു വരുമ്പോൾ ആളുകൾ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് സ്പേസ് ഉണ്ടാകുമോ, നമ്മൾ ഉണ്ടാക്കണം, അങ്ങനെ പല ഘടകങ്ങളുണ്ടല്ലോ. ആ ഒരു ധൈര്യം എന്തിനായിരുന്നു, എവിടുന്നാണ് കിട്ടിയേ? എനിക്ക് അങ്ങനത്തെ പേടികളൊന്നും ബേസിക്കലി ഇല്ല. അങ്ങനൊരു പേടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ബ്രേക്ക് എടുക്കില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ ബ്രേക്ക് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ലോഡ് ഓഫ് നോയ്സ് ഇൻ മൈ ഹെഡ്. എനിക്ക് മറ്റേ ഈ ഐഡൻറ്റിറ്റി ഒരാളുടെ ഫോം ചെയ്യുന്നതിന് മുൻപ് ഈ വിസിബിലിറ്റി കിട്ടിയ ഒരാളാണ് ഞാൻ. ഞാൻ പറയുന്ന ചെറുപ്പത്തിലെ ഞാൻ അഭിനയിച്ചു വന്നതുകൊണ്ട് അങ്ങനത്തെ കാരണങ്ങളൊന്നുമല്ല ഞാൻ ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നാലും അറ്റ് ഓൾ ഓഫ് 18 to 25 ഞാനിങ്ങനെ ആക്റ്റീവായിട്ട് സിനിമകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ചെയ്യുന്നു. കോളേജിൽ പോകുന്നു, ഡിഗ്രി കഴിഞ്ഞു, മാസ്റ്റേഴ്സ് കഴിഞ്ഞു, പിന്നെ വീട്ടിൽ പോകുന്നു. ഇത് 3 ഉള്ളൂ. ഇതാണ് എൻ്റെ ലോകം. വേറെ എക്സ്പോഷർ എനിക്കില്ല, വേറെ ലൈഫ് എക്സ്പീരിയൻസ് ഇല്ല, ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റ് ലൈഫാണ് ട്രൂലി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അതാണ് ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം അതിനെനിക്ക് സ്പേസ് കിട്ടിയില്ല എന്ന് തോന്നിയ സമയത്താണ് ഞാൻ ബ്രേക്ക് എടുത്തത്. പിന്നെ എക്സ്റ്റേണൽ വാലിഡേഷൻ, ആൾക്കാരെന്ത് ചിന്തിക്കും, ഓക്കെ ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം മൈ പേരൻസ്. എൻ്റെ പേരൻസ് എന്ത് ചിന്തിക്കും, വീട്ടുകാരെന്ത് ചിന്തിക്കും, നാട്ടുകാരെന്ത് ചിന്തിക്കും, ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ നോക്കിയപ്പോഴേ എനിക്ക് ഒരു നല്ലൊരു, ഞാൻ പറയുന്നത് സിനിമയിൽ പ്രണയമൊക്കെയാണ് നമ്മൾ, എനിക്കൊക്കെ കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടുതലും വെരി പെരിഫറൽ ലെവലിലുള്ള ഹീറോയിൻ ബോക്സിൽ വീണ് കിടക്കുന്ന, എനിക്കധികം പ്രൂവ് ചെയ്യാനൊന്നും പറ്റാത്ത ക്യാരക്ടേഴ്സാണ്. എങ്കിൽ പോലും ഞാൻ പറയുന്ന ഒരു പ്രണയം പോലും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സമയമൊന്നും എനിക്ക് 18 to 25 കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്ത് ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ജീവിതം പഠിക്കുക, പലതരം എക്സ്പീരിയൻസ് സ്വന്തമാക്കുക. ആ ഒരു ജേർണിയിൽ എന്തൊക്കെയാണ് ചെയ്തത്? ഈ ഒരു 4 വർഷത്തെ കാലം ഉണ്ടല്ലോ, ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് യാത്ര ചെയ്തതും ഒക്കെ. പക്ഷേ ഈ ഒരു ഫൈൻഡിങ് യുവർ സെൽഫ് എന്നുള്ളൊരു പ്രോസസ്സാണ്. അതിൽ എന്തൊക്കെയാണ് ചെയ്തത്? അതിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാൻ കുറേ തിയേറ്റേഴ്സൊക്കെ ഞാൻ ചെയ്തായിരുന്നു. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തു. ഞാൻ ഈ ബ്രേക്ക് എടുത്തത് എനിക്ക് ഒരുപാട് വർഷം മിസ്സായല്ലോ എന്നൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ബ്രേക്ക് എടുത്ത സമയത്ത് ഒരുപാട് പേര് എന്നോട് ചോദിക്കുമായിരുന്നു, പ്രയാഗ പ്രൈമിലാണ് നിൽക്കുന്നത്, ബ്രേക്ക് എടുക്കുന്ന ഒരു മണ്ടത്തരമല്ലേ, പിന്നെ ബ്രേക്ക് എടുക്കാൻ മാത്രം ഒരു സീസൺഡ് ആക്ടറൊന്നുമല്ല ഞാൻ. അപ്പം അങ്ങനെയല്ല ഞാൻ ബ്രേക്ക് എടുക്കുന്നത്. മറന്നുപോവും, ആൾക്കാർ മറന്നുപോവും. അപ്പം എൻ്റെ ഇതിൽ ആൾക്കാരെന്നെ മറക്കണം. ബിക്കോസ് ഐ വോണ്ട് കം ബാക്ക് വിത്ത് എ ന്യൂ ഐഡൻറ്റിറ്റി. ഇഫ് ഐ ഹാവ് ടു കം ബാക്ക് വിത്ത് ന്യൂ ഐഡൻറ്റിറ്റി ദെൻ ആൾക്കാർ എന്നെ എങ്ങനെയാണോ ആദ്യം കണ്ടത് അത് അവർ മറക്കണമല്ലോ. അപ്പം അതിന് അവർക്കൊരു സമയം ഞാൻ കൊടുക്കണ്ടേ. അവരോട് ഞാൻ ഫോഴ്സ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. എല്ലാവരും എന്നെ വേറൊരു തരത്തിൽ ഞാനൊരു കംബാക്ക് നടത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്നെ സ്വീകരിക്കണം എന്നൊന്നും അടിച്ചമർത്താൻ നമുക്ക് പറ്റത്തില്ലല്ലോ. സോ ഐ ഹാവ് ടു ഗിവ് ദെം ഓൾസോ ദ സ്വീറ്റ് ടൈം ഫോർ ദെം ടു അക്സെപ്റ്റ് മീ. സോ ഐ തിങ്ക് അതായത് ആൾക്കാർ മറന്ന ഒരു പുതിയ പ്രയാഗയെ സ്വീകരിക്കാൻ അവർ തയ്യാറാകണം അല്ലേ? അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ആൾക്കാർ മറന്നു പോകണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ, ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത ക്യാരക്ടറുകളിൽ അല്ലെങ്കിൽ സിനിമകളിൽ ചെയ്തതിൽ അങ്ങനെ എന്തെങ്കിലും അത് വേണ്ടിയിരുന്നില്ല, ഒരു റിഗ്രറ്റ് അങ്ങനെയൊക്കെ തോന്നിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അതാണോ ഉദ്ദേശിക്കുന്നത്?
ഇപ്പം ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പം ഞാൻ ഏത് വേദിയിലിരിക്കുമ്പോഴും എവറി ടൈം ഐ ഗെറ്റ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദിസ് ഐ ടേക്ക് ദി ഓപ്പർച്യൂണിറ്റി ടു എന്താ പറയുക നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നുണ്ട് എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും പ്രൊഡ്യൂസേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാവരെയും ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെയും സിനിമകളെയും എല്ലാം. പക്ഷേ എനിക്ക് ഈ ഫെയിം ആൻഡ് വാട്ട് എവർ ദാറ്റ് കംസ് വിത്ത് ബീയിങ് an actor or an artist or a public figure, I think beyond that what I was looking for is satisfaction. കണ്ടെയ്ൻമെൻറ്റ് എന്നൊക്കെ പറയില്ലേ, ഈ സാധനം എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പം എനിക്ക് പോപ്പുലർ ആവുന്നതിൻ്റെയൊക്കെ ഉപരിയായിട്ട് ദാറ്റ് വാസ് നോട്ട് ഐ വാസ് നോട്ട് എൻജോയിങ് ഇറ്റ്. I enjoy everything. I enjoy money, I enjoy luxury, I enjoy everything that comes with being an actor. All of that I enjoy. എനിക്കത് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിലുമൊക്കെ ഉപരി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നാളെ പ്രേക്ഷകർ എന്നെ തിയേറ്ററിൽ കാണുമ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ വേർ ദി ഓഡിയൻ ഇസ് കമ്മിങ് ഫ്രം, ആ ഓഡിയന് സ്ക്രീനിൽ എന്നെ കാണുമ്പോൾ അത് ഞാനല്ലേ എന്ന് പറയാൻ പറ്റണം. ആ മൂമെൻ്റ് ഉണ്ടല്ലോ, അതെനിക്ക് എൻ്റെ ഒരു 6 വർഷത്തെ ഒരു സിനിമ എക്സ്പീരിയൻസിൽ വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഐ വോണ്ട് ടു prove it to myself that I can perform. Yes. There is life that I can give to characters. പ്രേഗ തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമ ക്ലോസ് ടു ഹാർട്ടാണ്, അങ്ങനെ വെറുതെ വന്നതല്ല, എനിക്ക് ടാലൻറ്റ് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ നിന്ന സമയത്ത് തന്നെ നല്ല കഥാപാത്രങ്ങൾ, ഇപ്പോൾ തമിഴിലൊക്കെ കഥാപാത്രങ്ങൾ ഒരുപാട് സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ സിനിമയിൽ തന്നെ നായികയായി ആദ്യം വന്ന സിനിമയിലെ പോലും, പിന്നെ ഗൗതം മേനോൻ, മണിരത്നം, ആ ഒരു ടീമിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു നല്ല ടൈമും അതിലുണ്ടായിരുന്നല്ലോ അല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഒരു പേടി ഉണ്ടാവില്ലേ, അങ്ങനെ വേണോ, അല്ലെങ്കിൽ ഇങ്ങനൊരു ബ്രേക്ക് എടുത്ത് പൂർണ്ണമായും ഡിറ്റാച്ച്ഡായി നിന്ന് ഇതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് അത്ര ഈസി ആണോ? ഈസി അല്ല. ഇപ്പം ഞാൻ ഒരിക്കലും ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല ഇങ്ങനെ ബ്രേക്ക് എടുക്കാൻ, ഒരിക്കലും ചെയ്യില്ല. കാരണം ഞാനിപ്പം ഐ ജസ്റ്റ് ടേൺ 30. How will I tell people who are in their 20s to please take a break? നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ 4 വർഷം ബ്രേക്ക് എടുത്ത് സമയം കളയുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി എനിക്കിത് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു ഐഡൻറ്റിറ്റി ഫോം ചെയ്യണം എനിക്ക് ആസ് എ പേഴ്സൺ. എനിക്ക് ലൈഫിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറയില്ലേ, അതുപോലെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് അത് ബീറ്റ് റിലേഷൻഷിപ്സ്, ബീറ്റ് ട്രാവലിംഗ് ഈസ് സംതിങ് ദാറ്റ് ഗ്രൗണ്ട്സ് മീ എ ലോട്ട്. ഇമോഷൻസ്, എൻ്റെ തന്നെ ഇമോഷൻസ്, ഞാൻ പല സിറ്റുവേഷനിലും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതിൽ നിന്നുമാണല്ലോ ഞാൻ ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പഠനം കൂടുതൽ ഉണ്ടായിരുന്നു. അല്ല, ഈ ധൈര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചത് എളുപ്പമായിരുന്നോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും സമയം ഞാൻ ബ്രേക്ക് എടുത്ത് സമയം കളഞ്ഞു എന്നുള്ളതിനുപരി അങ്ങനെയല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഞാനിതിനെ എൻ്റെ ക്രാഫ്റ്റിലേക്ക് ഞാൻ കൊടുത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് അങ്ങനെ കാണാനേ എനിക്ക് പറ്റത്തുള്ളൂ. അതായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ആൻഡ് ഐ ടുക്ക് എ ബ്രേക്ക് ടു കം ബാക്ക്. I did not take a break to go away from cinema. I took a break to come back to cinema, but with purpose and clarity. എനിക്ക് തോന്നുന്നു എനിക്ക് ഉണ്ടാവാഞ്ഞ 2 കാര്യങ്ങൾ അതാണ്. ഈ 18 വയസ്സിൽ സിനിമയിലോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയും കൗതുകവും ആവേശവും അങ്ങനത്തെ കുറേ ഒരു 18-year-old തോന്നേണ്ട, പിന്നെ ആംബിഷനും ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പേർപ്പസ് ആൻഡ് ക്ലാരിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി, പേഴ്സണാലിറ്റി, ഈ സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് കുറേ അധികം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ തൻ്റെ വർക്കിനോട് നീതി പുലർത്താൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചതുകൊണ്ടാണ് എനിക്ക് 25-ാം വയസ്സിൽ ബ്രേക്ക് എടുക്കണമെന്ന് തോന്നി ഞാൻ ബ്രേക്ക് എടുത്തത്. അതൊരു വലിയ തിരിച്ചറിവ് കൂടിയാണ്. ഇപ്പം മുമ്പേ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, എനിക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നതിന് മുമ്പ് ഈ വിസിബിലിറ്റി വന്നു.
അതെങ്ങനെയായിരിക്കും ലൈഫിനെ പിന്നെ ബാധിച്ചതും ആ ഒരു കാഴ്ചപ്പാടിനെ ബാധിച്ചത്? ഈ പറഞ്ഞ 18 വയസ്സിൽ, അതിലും ചെറുപ്പത്തിൽ അഭിനയിച്ചു തുടങ്ങി. 7 ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ സാഗർ ഇലിയാസ് ജാക്കിം ഉസ്താദും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചെറുപ്പത്തിലെ ഒരു ഫെയിം കിട്ടിയതിൽ ഭയങ്കരമായിട്ട് ക്യാരിഡ് അവേ ആയി പോയിട്ടുണ്ടോ? ക്യാരിഡ് അവേനേക്കാളും എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു തോന്നിയിരുന്നത്. കാരണം ഈ വിസിബിൾ ആവുമ്പോഴേ നമ്മൾ പെട്ടെന്ന് അങ്ങ് വിസിബിലിറ്റിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പം ഒരുപാട് പ്രഷർ, സ്ക്രൂട്ടിനി, ജഡ്ജ്മെൻറ്റ്, പിന്നെ ആൾക്കാർ നമ്മളെ ബോക്സിലാക്കാൻ നോക്കുന്നു, നമ്മൾ ആ ബോക്സിൽ കയറിയിരിക്കുന്നു, പറ്റുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ പുറത്ത് ഭയങ്കര ഫ്രസ്ട്രേഷനും, ഇത് എവിടെ പോയി പറയും ഇതൊക്കെ, ഇപ്പം ഇത് എന്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെയുള്ള കൺഫ്യൂഷനും, ലോസ്റ്റ് ആവുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള കുറേ സ്റ്റേജസിലൂടെ ഞാൻ കടന്നു പോയായിരുന്നു. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് തോന്നിയത്. ഞാനപ്പം സിനിമയിൽ നിന്ന് മാത്രമല്ല, ഐ തിങ്ക് ഐ പാക്ഡ് മൈ ബാഗ്സ് ആൻഡ് ഐ വെൻറ്റ് അവേ ഫ്രം കേരള. ബിക്കോസ് ഞാൻ വളരെ ഈ നമ്മുടെ ഈക്കോ എന്ന് പറയുന്ന സിനിമയിൽ പ്രൊട്ടക്ഷൻ റെസ്ട്രിക്ഷൻ ആകുന്നു എന്നൊക്കെ പറയുന്നൊരു സിമിലർ അവസ്ഥയിൽ കൂടെയാണ് ഞാൻ പോയത്. ഞാൻ ഒറ്റ മകളാണ്. അപ്പോൾ എൻ്റെ പേരൻസ് വളരെ പ്രൊട്ടക്റ്റീവായിട്ടാണ് എന്നെ. ഐ എം ഗ്രേറ്റ്ഫുൾ ടു മൈ പേരൻസ് ഫോർ ഹൗ ദേ റേസ്ഡ് മീ, ദ ബെസ്റ്റ് പേരൻസ് ഇൻ ദ വേൾഡ്. ബട്ട് ഐ എം സേയിങ്, അവരും പേരൻസ് ആവാൻ വേണ്ടി പഠിച്ചിട്ടോ ഒന്നുമല്ലല്ലോ ഈ വരുന്നത്. അവരുടെയും ഫസ്റ്റ് ടൈമാണ്. ഞാൻ അവരുടെ ആദ്യത്തെ ഏക മകളാണ്. അപ്പോൾ അവർക്കിങ്ങനെ ഈ പ്രൊട്ടക്ഷൻ കാരണം എനിക്കാണെന്നുണ്ടെങ്കിൽ ഫ്രീഡത്തിൽ നിന്നുമേ എനിക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ ഫങ്ഷൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഞാൻ ചെറുതിലേ തൊട്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ കുറച്ച് ഹൈപ്പർ ഇൻഡിപെൻഡൻ്റ് ആകുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമില്ലാതില്ല. അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഫ്രീഡം വേണം, എനിക്ക് ഓട്ടോണോമി വേണം, എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്പേസിൽ ഞാൻ ഇരിക്കണം. അപ്പോഴാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് എന്താ പറയുക, എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ, കോൺട്രിബ്യൂട്ട് ചെയ്യാനും എല്ലാം പറ്റത്തുള്ളൂ, ഏത് സിറ്റുവേഷനിലേക്കായാലും. സോ ഞാൻ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം എൻ്റെ തലയിലുണ്ടാക്കിയത് സ്പേസാണ് ഫോർ പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആൻ ആക്ടർ ടു ബി ഇൻ ദാറ്റ് സ്റ്റേറ്റ് വെയർ എവറിത്തിങ് ഇസ് കാം. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പബ്ലിക് ലൈഫ് ജീവിക്കുമ്പം ഒരുപാട് സ്റ്റോംസ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകും. അപ്പോൾ അതെല്ലാം ഡീൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലൊരു ശാന്തത വേണം. ഇതാർക്കും എവിടെയും സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കാൻ പറ്റത്തില്ല, ആർക്കും നമുക്കായിട്ട് ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഹൗ ടു മേക്ക് ദാറ്റ് സ്പേസ് ഫോർ യുവർ സെൽഫ്. സോ ഇപ്പോൾ ഇനിയുള്ള തീരുമാനങ്ങൾ ആ പീസിൻ്റെ പുറത്തുനിന്ന് വരുമ്പം കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകും അല്ലേ? അങ്ങനൊരു പ്രതീക്ഷയുണ്ടാവുമല്ലോ. അത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഭയങ്കരമായ ജഡ്ജ്മെൻ്റൽ ഒരു സ്വഭാവത്തോടുകൂടി പ്രയാഗയെ സമീപിക്കുന്ന അവസ്ഥയൊക്കെ വന്നപ്പം നമ്മൾ വിചാരിച്ച എന്താ അറിയോ, പ്രയാഗ ഇതിനൊന്നും ഒരു കൂസലില്ലാതെ തട്ടിവിട്ട ആളാണ്, ഇതൊന്നും പ്രയാഗയെ ബാധിക്കുന്നില്ല എന്നാണ്. കാരണം അങ്ങനെയാണ് പ്രയാഗ എല്ലാത്തിനോടും റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കാണുമ്പോൾ ആരെന്തു പറഞ്ഞാലും പ്രയാഗ നെവർ മൈൻഡ് എന്നുള്ളൊരു മട്ടായിരുന്നു. പക്ഷെ അതൊക്കെ പ്രയാഗ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചു എന്നൊരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അല്ലല്ല, ഈ ജഡ്ജ്മെൻ്റലാവുക, ആൾക്കാർ ഭയങ്കരമായി ജഡ്ജ് ചെയ്യുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പം അതൊക്കെ ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം നമ്മൾ കാണുന്ന പ്രയാഗ അതിനെയൊക്കെ ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന ഒരാളായിരുന്നല്ലോ. അപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടാണ്. ഉള്ളിലെങ്ങനെ നമുക്കറിയില്ല, നമുക്ക് ഈ കാണുന്നതേ ഉള്ളൂ. അത് പക്ഷെ ഭയങ്കര പോസിറ്റീവായിട്ടാണ്. ആ പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ഉള്ളിലൊരു അലച്ചിൽ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, അങ്ങനെ ഞാൻ ഈ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒതുക്കി പുറത്തേക്ക് കാണിക്കാതിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. പൊതുവേ എനിക്ക് വളരെ സിമ്പിളായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഞാൻ സിമ്പിൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ ഓണസ്റ്റായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. മര്യാദയൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കണം, ബിഹേവ് ചെയ്യണം. അത് യെസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് യു ആർ ലിവിങ് ഇൻ എ സോഷ്യൽ സെറ്റപ്പ്. ബട്ട് ഞാൻ പറയുന്ന ഞാനതുകൊണ്ട് വളരെ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യാൻ. ദർ ആർ തിങ്സ് പ്രൈവറ്റ്. ചിലപ്പോൾ ഞാൻ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞില്ല എന്ന് വരും. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കലർപ്പുണ്ടാകത്തില്ല. പിന്നെ ഈ ജഡ്ജ്മെൻറ്റ്, ക്രിറ്റിസിസം, അത് ഇത് മറ്റേത് മറിച്ചത് ഒക്കെ വരുമ്പോഴും എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതൊന്നും. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ, എൻ്റെ ബിഹേവിയർ, എൻ്റെ സംസാരം, എൻ്റെ എന്താ പറയുക, റിയാക്ഷൻ ഓർ റെസ്പോൺസ് ടു എ സിറ്റുവേഷൻ ഓർ എ തിങ്. ദിസ് ഇസ് ദ ഓൺലി തിങ് ദാറ്റ് ഐ ക്യാൻ കൺട്രോൾ.
ബാക്കിയുള്ളവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് അവരുടെ അതിനോട് റെസ്പോണ്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇസ് മൈ തിങ്. ബട്ട് യാ, ഈ ആദ്യം പറഞ്ഞ പോലെ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത്, നല്ല കഥാപാത്രങ്ങൾക്കായി വേണ്ടിയുള്ള ഒരു തേഴ്സ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഗ്രീഡ്, അതിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ ആ ഒരു ആക്ടറെ പുറത്തെടുക്കാനും എത്രത്തോളം റെഡിയാണ് ഇപ്പോൾ പ്രയാഗ? ആ ഒരു പുതിയ പ്രയാഗ ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അത് ഞാൻ ഒരാളെയും ഞാൻ ബ്ലെയിം ചെയ്യത്തില്ല. എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. If I am not satisfied with something, then there's something wrong with me. And when I recognize there's something wrong with me, that is when I took a break. സോ അപ്പം ഞാൻ ഇടുന്ന എഫേർട്ട് കുറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഹോംവർക്ക് അതായിരിക്കില്ല, കുറച്ചും കൂടെ ചെയ്യണമായിരിക്കാം. അങ്ങനെ ഇങ്ങനെ കുറേ തിരിച്ചറിവുകളുണ്ടാവുമല്ലോ. ഇതൊക്കെ നമുക്കൊരു ബ്രേക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ ബഹളത്തിൽ നിന്നെല്ലാം മാറി നിന്ന്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഐ എം നോട്ട് ഗോയിങ് ടു മോട്ടിവേറ്റ് എനിബഡി ടു ടേക്ക് എ ബ്രേക്ക്. ടേക്കിംഗ് എ ബ്രേക്ക് ഹെൽപ്ഡ് മീ. ദാറ്റ്സ് ഓൾ വാട്ട് ഐ എം ട്രൈങ് ടു എക്സ്പ്ലെയിൻ. നമ്മൾ ഈ ബഹളത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുമ്പം, ഈ നോയ്സിൽ നിന്നെല്ലാം മാറി നിൽക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി വരും. ആ ക്ലാരിറ്റിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആണ് ചെയ്ത് കൂട്ടിയതെന്നും കൂടെ ഉള്ളൊരു റിയലൈസേഷൻ നമുക്കുണ്ടാവും. അപ്പം ഞാൻ ഈ പഠിച്ചു എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അൺലേൺ ചെയ്ത ഒരുപാടധികം കാര്യങ്ങളുണ്ട്. സോ ദാറ്റ് ഓൾസോ ഹാസ് ടു ബി ടോൾഡ്. പ്രയാഗയ്ക്ക് പൊതുവെ ഒരു എല്ലാ കാര്യങ്ങളും ഭയങ്കര ഹാപ്പി ആയിട്ടെടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി ആണോ ആദ്യം മുതൽ? അല്ലെങ്കിൽ അതെങ്ങനെ ഒരു നമ്മുടെ ഒരു ദൈനംദിന ജീവിതം ഉണ്ടല്ലോ, അതിനെ ഏതെങ്കിലും തരത്തിൽ അഫക്റ്റ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അത് പോട്ടെ, അങ്ങനെ തന്നെ എടുക്കുന്നൊരു ലൈഫാണോ? ഞാൻ എല്ലാ കാര്യത്തെയും പൊതുവെ പോസിറ്റീവായിട്ട് എടുക്കാൻ കാണാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. കാരണം ഒരു ജീവിതം ഞാൻ ജീവിക്കുന്നുള്ളൂ. അത് ആ ജീവിതം നല്ല രസമായിട്ട് അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് ജോയ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. പൊതുവെ ഇപ്പം മുമ്പേ ബ്രേക്ക് എടുത്ത കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, നമുക്ക് എല്ലാവർക്കും അതിനൊരു ആഗ്രഹമുണ്ട്. അതായത് നമ്മളെപ്പോഴും ജോലി ചെയ്യുന്നു, ഓടുന്നു, എന്തെങ്കിലും ഒരു ലീവ് എടുത്ത് റെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ബഹളത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക, അത് ഒരു തരത്തിലൊരു ചോയ്സാണ്. പിന്നെ നമുക്കതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത പലരും ഉണ്ടാവും ചെയ്യും. ഇതിനൊരു എനിക്ക് തോന്നുന്നൊരു ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് കൂടി കണക്റ്റഡ് ആണ് അല്ലേ? ഇങ്ങനെ ഒരു ശാന്തത കണ്ടെത്തുക, അതിനൊന്ന് മാറി നിൽക്കുക, ആ ഒരു ലെവലിൽ നോക്കിയാൽ ഏത് രീതിയിലാണ് പ്രയാഗ അതിനെ കാണുന്നത്? സ്പിരിച്വാലിറ്റി ഒരു ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പിരിച്വാലിറ്റി അല്ല, നമ്മൾ ഈ ഒരു ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചോയ്സാണ്. അതേസമയം നമുക്ക് ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയും പലർക്കും ഉണ്ടാകും. അല്ല, ഞാൻ സ്പിരിച്വാലിറ്റിയെ പറ്റി പറയാൻ കാരണം എനിക്ക് താല്പര്യമുള്ള വിഷയമാണത്. മാത്രമല്ല, I think we're all spiritual beings. That is the fundamental fact. നമ്മളെല്ലാവരും ജനിച്ചു വീഴുന്ന എല്ലാവരും സ്പിരിച്വൽ ബീയിങ്സ് ആണ്. പിന്നെ ഓരോരുത്തരുടെ സ്പിരിച്വൽ ജേർണി ഡിപ്പെൻഡ്സ് ഓൺ ഓരോരുത്തർ. നമ്മൾ എത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറാകുന്നു, നമ്മൾ എത്രത്തോളം നമ്മൾ ഡിഗ് ചെയ്യുന്നോ, അതിനെത്രത്തോളം എഫേർട്ട് പുലർത്തുന്നോ, അതിനനുസരിച്ചിരിക്കും ഓരോരുത്തരുടെ സ്പിരിച്വൽ ജേർണി. സ്പിരിച്വാലിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ വേറെ എനിക്ക് എപ്പോഴും ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് ഈസ് ദി സ്പിരിച്വാലിറ്റി ഈസ് ദി ആബ്സെൻസ് ഓഫ് ഫിയർ എന്ന് പറയും. സംഭവം വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷെ ശരിയാണ്, നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നൊരു സാധനം എന്ന് പറയുന്നത് ഭയമാണ്. ഒന്നില്ലെങ്കിൽ ഇന്നതിനോടുള്ള ഭയം, അല്ലെങ്കിൽ ഇന്ന ആളോടുള്ള ഭയം, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യത്തോടുള്ള ഭയം. അപ്പം അത് ഇല്ലാതാകുന്നൊരവസ്ഥയാണ് സ്പിരിച്വാലിറ്റിയുടെ പീക്ക്, സെനത്ത് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഫീൽ ഇറ്റ്സ് വെരി ട്രൂ. സോ എന്നിലും ഒരുപാട് അൺസർട്ടനിറ്റീസും ഇൻസെക്യൂരിറ്റീസും ഇല്ലേ? ഇറ്റ്സ് വെരി കോമൺ. നോ, ഇത് 18 വയസ്സിൽ എനിക്കൊരു ആക്റ്റീവ് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നില്ല. ഇൻസ്റ്റെഡ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഷൂട്ട് സെറ്റ്സ്, ദെൻ ടു കോളേജ്, ദെൻ ഹോം. ദിസ് ഈസ് മൈ വേൾഡ്. സോ അപ്പം ആ ഒരു ഇങ്ങനെ ഷട്ടിലടിക്കുന്ന കാരണം കൊണ്ട് മാത്രം വരുന്ന കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, കുറേ അൺസർട്ടനിറ്റീസ് ഉണ്ടാവും. ഇതും കൂടി ഇതിനെയൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന് കൂടിയാണ് ഈ ഒരു ബ്രേക്ക് സമയത്ത് ഞാൻ
ഫിഗർ ചെയ്തത്. പിന്നെ ഈ ഞാൻ ഇതൊക്കെ പഠിച്ചു, ഫിഗർ ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നിന്നിട്ടോ ഒന്നും അല്ല കേട്ടോ. ഞാനങ്ങൊരു ബാഗ് തൂക്കി ഞാനങ്ങ് ഇറങ്ങി എന്നുള്ളതാണ്. ഐ ജസ്റ്റ് പാക്ഡ് മൈ ബാഗ്സ്. ഐ സെഡ് അപ്പ അമ്മ ഇനി എനിക്ക് ഐ നീഡ് ടു ലിവ് ഓൺ മൈ ഓൺ. ഐ നീഡ് ടു നോ എങ്ങനെയാണ് ഈ ലോകത്ത് ഒന്ന് തന്നെ സെൽഫ് സഫിഷ്യൻ്റായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണം എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ചൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് മതി ഇനി ബാക്കി കാര്യങ്ങൾ എന്തും ഇങ്ങനെ. ഈ ഒരു ടൂ മച്ച് ഓഫ് നോയ്സ് അറൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ആദ്യം പറഞ്ഞു ഒറ്റ പുത്രിയാണ്, അപ്പം അങ്ങനെ വളർത്തിയ അച്ഛനും അമ്മ കൂടിയാണ്. അപ്പം അവരെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടിയേ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ ഒന്ന് നോക്കട്ടെ. ഇപ്പം അവരുടെ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രയാഗയുടെ ലൈഫിൽ അവരുടെ ഒരു റോള് എങ്ങനെയായിരുന്നു? അങ്ങനെ അവരെ ബോധ്യപ്പെടുത്തേണ്ട ഇതൊന്നും എനിക്ക് വന്നില്ല. ഞാൻ ആരെയും ബോധ്യപ്പെടുത്താൻ നിന്നില്ല. ഞാൻ മലയാളം ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ സിനിമ മേഖലയോ എൻ്റെ പേരൻസിനോട് പറയേണ്ട ഒരു കടമ എനിക്കുണ്ടല്ലോ. ബാഗ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂവ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളത് പറയണ്ടേ, പേരൻസിനോട് പറയണ്ടേ. അത്രമാത്രമേ അവരും അറിഞ്ഞുള്ളൂ. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എവിടെയാണ് ജീവിക്കാൻ പോകുന്നത്, ഞാൻ സേഫ് ആണോ എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഏറ്റവും വലിയ കൺസേൺ. ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഫ്രീഡം തരൂ, ഞാൻ ഫിഗർ ഔട്ട് ചെയ്യട്ടെ, എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അങ്ങനെ ബാഗ് എടുത്ത് ഇറങ്ങിയ ആളാണ്. ഞാനപ്പം സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കാൻ നിൽക്കുന്ന സമയത്താണ് നവരസ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു പാക്കേജ് പോലൊരു ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ വഴിയിലേക്ക് വരുന്നത്. അതും ഗൗതം സാർ സംവിധാനം ചെയ്യുന്നു, മണിരത്നം സാർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അലോങ് വിത്ത് കെ ബാലാജി സാർസ് യുനോ സുരേഷ് ബാലാജി സോറി അവരുടെ പ്രൊഡക്ഷൻ. പിന്നെ യെസ് PC ശ്രീറാം സാർ അത് സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നു, സൂര്യ നായകനാകുന്നു, AR റഹ്മാൻ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു. ഏത് സിനിമ എന്നൊന്നൊരു ബ്രേക്ക് എടുക്കാം എന്ന് പറയുന്ന സമയത്താണ് ഇത് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു സൈൻ ആയിരിക്കണം, അത് മാത്രം കമ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ചെന്നൈയിലോട്ട് പോയത് ഷൂട്ട് ചെയ്യാൻ. ചെന്നൈ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെന്നൈയിലോട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ പോയത്. മൂവ് ഔട്ട് ചെയ്ത് അവിടെയാണ് ഞാൻ പോയി. 1.5 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി എനിക്ക് അവിടെ ഒന്നും ബേസിക്കലി ഐ ഡിഡ് നോട്ട് ഡു എനിത്തിങ് അതർ ദാൻ മീറ്റിംഗ് പീപ്പിൾ ആൻഡ് ദെൻ യുനോ ജസ്റ്റ് ബീങ് ദെയർ. പിന്നെ ഞാൻ തിയേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ വെൻറ്റ് ടു പോണ്ടിച്ചേരി. അങ്ങനെ ഞാൻ തിയേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. പിന്നെ 1.5 വർഷം ഞാൻ അവിടെ താമസിച്ചത് പോണ്ടിച്ചേരിയിൽ. പിന്നെ ഞാൻ മുംബൈയിൽ കുറച്ച് മാസങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഞാൻ ഹിമാചൽ പ്രദേശൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങ് ട്രാവൽ ചെയ്യാൻ ഞാൻ തുടങ്ങി. അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രാവൽസാണ് ഇതെല്ലാം, അല്ലാണ്ട് ഇത് പ്ലാൻ ചെയ്ത് ഒന്നുമല്ല. ഈ അൺപ്ലാൻഡ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആ എക്സ്പീരിയൻസസ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. കാരണം നമ്മൾ പ്രിപ്പയർഡ് അല്ല for the travel. It prepares you for life. പോണ്ടിച്ചേരി പോയതൊരു എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഈ തിയേറ്റർ ചെയ്യാൻ പോയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? തിയേറ്റർ ചെയ്തു അതോ അവിടുത്തെ ഒരു എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ലൈഫ് എന്തായിരുന്നു? ഞാൻ പോണ്ടിച്ചേരി ഞാൻ ജീവിച്ച കാര്യം എൻ്റെ പേരൻസ് പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഐ യൂസ് ടു ലൈ ടു ദെം സെയിങ് ഐ എം ഇൻ ചെന്നൈ. ഇപ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഐ ഡോണ്ട് ടെൽ മൈ പേരൻസ് എങ്ങടാ പോകുന്നതെന്ന് പറയില്ല. എങ്ങടാ പോകുന്നതെന്ന് തലേ ദിവസം മാത്രം പറയും. അല്ലാതെ അവർക്ക് അങ്ങനെ അവർക്ക് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു സാധനമാണല്ലോ. എനിക്കത് പറ്റത്തില്ല. അതിൽ നിന്നാണ് ആദ്യം ലിബറേഷൻ വേണ്ടതല്ലേ? എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ വാച്ച് ചെയ്ത് ഇത് പോകുന്നൊന്നും എനിക്ക് പറ്റത്തില്ല. എന്നെ ഇതിനങ്ങ് വിടണം. നമുക്ക് ദൈവം ബുദ്ധിയും സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ തന്നിരിക്കുന്നത് എന്തിനാ? സ്വന്തമായിട്ട് ജീവിതം ഇഷ്ടത്തോടെ ജീവിക്കാനാണല്ലോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മറന്നുപോയി. പോണ്ടിച്ചേരിയിൽ ഞാൻ തിയേറ്റർ ചെയ്യാൻ പോയി. പിന്നെ എനിക്ക് ആ അന്തരീക്ഷമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തിയേറ്റർ ചെയ്യുന്നത്, തിയേറ്ററിൻ്റെ ഒരു സംഭവം അതൊരു ഭയങ്കര ലഹരിയല്ലേ. കാരണം ഇറ്റ്സ് ലൈവ് പെർഫോമൻസ്. സോ ഭയങ്കര ചാലഞ്ചിങ് ആണ്. സിനിമ എന്ന് പറയുന്നത് വേറെ തരം ഒരു ചാലഞ്ചും വേറെ ഒരു തരം ആംബിയൻസും ആണെന്നുണ്ടെങ്കിൽ തിയേറ്റർ is stark opposite to that.
അങ്ങനെ അവിടെ കുറേ നാൾ തിയേറ്ററൊക്കെ ചെയ്ത് കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്, ഭയങ്കര ഇൻക്ലിനേഷനുള്ള സംഭവമാണ് മ്യൂസിക്. അപ്പം അവിടെ മ്യൂസിക്കും കലാപരിപാടികളും ഒക്കെ ആയിട്ട് കലയുടെ ഒരു കുറച്ച് ഒരു 1.5 വർഷത്തോളം ഞാൻ അവിടെ കലയുമായിട്ടിങ്ങനെ നിന്നു. ഈ പൊതുവെ സിനിമയിൽ അഭിനയിക്കുന്നതും തിയേറ്റർ ചെയ്യുന്നതും രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് മാറി നിൽക്കുമ്പോഴും ആ ഒരു ക്രാഫ്റ്റിനെ പരുവപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റീസും ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി റെഡി ആയിട്ട് പുതിയതായിട്ട് വരുമ്പം സിനിമയ്ക്ക് ഇനി പ്രയാഗ കൊടുക്കാൻ പോകുന്നത്, ഇപ്പുറത്തെ സൈഡിൽ പ്രയാഗ എന്ന ആർട്ടിസ്റ്റിനെ സിനിമ മനസ്സിലാക്കണം, മലയാളി പ്രേക്ഷകർ മനസ്സിലാക്കണം, പ്രയാഗയ്ക്ക് അത്തരം റോളുകളൊക്കെ വരാനുണ്ട്. അതിനപ്പുറം സിനിമയ്ക്ക് പ്രയാഗ കൊടുക്കാൻ പോകുന്നത് എന്തായിരിക്കും? അയ്യോ, എനിക്കറിയത്തില്ല. അത് എനിക്ക് ഇങ്ങനെയൊന്നും ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ എന്തുത്തരം തരാറാണ്. കാരണം അതിപ്പം പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും അവർ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഐ ഹാവ് ഡൺ മൈ വർക്ക് ആൻഡ് ഐ എം റെഡി. I wanted to be ready for this moment. See, there is something else that's making me ready for it like never before, which is ഞാൻ ചെറുപ്പം തൊട്ട് നമ്മൾ ജീവിച്ചു വരുന്ന നമ്മുടെ എക്കോസിസ്റ്റം നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുമല്ലോ. അപ്പോൾ ഞാൻ ഈ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നതാണ് ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ, എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിൽ ഒരു ഭിത്തിയിലുള്ള ക്ലാപ്പ് ബോർഡാണ് സെയിൻറ്റ് മാർട്ടിൻ ഫിലിംസ് പ്രൊഡക്ഷൻ, സെയിൻറ്റ് മാർട്ടിൻ ഫിലിംസ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്ലാപ്പ് ബോർഡ്, മണിയംപിള്ള അഥവാ മണിയംപിള്ള എന്ന് പറയുന്ന സിനിമയുടെ ക്ലാപ്പ് ബോർഡാണ്. ഇതാണ് ഞാൻ ചെറുപ്പത്തിലെ കണ്ട് വരുന്നത്. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു പ്രൊഡ്യൂസറായിരുന്നു. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹവ് നോട്ട് റിയലി, ഐ ഡോണ്ട് തിങ്ക് എ ലോട്ട് മെനി പീപ്പിൾ നോ ഓഫ് ദിസ്. ഞാനും ഈ ഇത്രയും എൻ്റെ ഉള്ള സിനിമാ ജീവിതത്തിൽ ഞാൻ എവിടെ ഇത് പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാപ്പ് ബോർഡ് ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഞാൻ 9th പഠിക്കുമ്പോൾ മരിച്ചു പോയതാണ്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 80s ഗ്രാൻഡ് ഫാദർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് സിനിമകൾ. അപ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു, ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് ഈ ക്ലാപ്പ് ബോർഡ് തരുമോ എന്നുള്ള, വീട്ടിൽ വെക്കാനായിട്ട്. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ശേഷം സിനിമയിലെ ഫാമിലിയിൽ നിന്നും സിനിമയിലേക്ക് വന്നൊരാൾ. അപ്പോൾ അമ്മാമ്മ എപ്പോഴും പറയും, ഇല്ല അത് നിനക്ക് സമയമാകുമ്പോൾ ഞാൻ തരാം, സമയമാവട്ടെ, നിനക്ക് ആ പക്വതയും പ്രായവും എന്താ പറയുക, ഇത് എനിക്ക് തോന്നുമ്പോൾ ഞാൻ നിനക്കിത് കൈമാറാം. എനിക്കത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ സിനിമയിലുണ്ട് ഓൾറെഡി, ഇനി ഏത് കാലത്താണ് അമ്മാമ്മ ഇത് തരാൻ പോകുന്നതെന്നുള്ള സംഭവം. അപ്പോൾ ഈ വർഷം ഈ ജാനുവരിയാണ് അമ്മമ്മ എനിക്കത് പാസ് ഓൺ ചെയ്തത്. അത് തന്നു, ആ ക്ലാപ്പ് ബോർഡ് തന്നു. ക്ലാപ്പ് ബോർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഒരു ഒബ്ജക്റ്റാണെന്ന്. പക്ഷേ ഇത് ഫാമിലി വൈസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് ഇസ് സംതിങ് ടു ഡു വിത്ത് ലെഗസി. സോ ഇപ്പം ഞാനിരിക്കുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ വഹിച്ചോണ്ടാണ്. അപ്പം ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും സിനിമയിൽ എനിക്ക് വേറൊരു കാരണം കൂടി ഉണ്ട് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. അത് കേൾക്കുമ്പോൾ നമ്മളൊരു ക്യൂരിയോസിറ്റി, അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെ ആയിരിക്കുമോ ഒരു പ്രയാഗ മാർട്ടിൻ പ്രൊഡക്ഷൻ ഹൗസൊക്കെ ഭാവിയിലുണ്ടാകാൻ, അങ്ങനെ ആയിരിക്കുമോ എന്നുണ്ട്. ഇല്ല, പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്നത് അത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അതെനിക്ക് ലഘുവായിട്ട് കാണാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ ഇത് ഫാമിലിയുടെ ലെഗസി, അമ്മാമ്മ എന്ത് ധൈര്യത്തിലാണ് ആ ക്ലാപ്പ് ബോർഡ് എനിക്ക് തന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പം അത് കിട്ടുമ്പോഴാണേ നമുക്ക് അതിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. സോ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആക്ടിങ് തന്നെയാണ്. ബട്ട് യു നെവർ നോ, ചിലപ്പോൾ അതിൻ്റെ സമയമായി. അതെന്ന് പറയുന്നത് വളരെ വ്യക്തതയോടെയും പ്രതിബദ്ധതയോടും ഞാൻ കാണേണ്ട ഒരു സംഭവമാണ്. ഒരു ഫാമിലി ലെഗസി അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ഇത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ പാകമായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മാത്രമേ അതിലേക്ക് എന്തായാലും അതിനെല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. അത് ഒരു ആ ലെഗസി വളരെ പ്രൗഡായിട്ട് ക്യാരി ചെയ്യാൻ പ്രയാഗയ്ക്ക് പറ്റട്ടെ. ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ആക്ടറുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു കൊതിയുണ്ടല്ലോ, അഭിനയിക്കുക, അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക. ഒരുപാട് മേക്കേഴ്സും
അല്ല, ചുരുക്കം മേക്കേഴ്സും ഒരുപാട് ആക്ടേഴ്സും ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളുടേത്. അതിനിടയ്ക്ക് അങ്ങനെ സ്പേസ് കണ്ടെത്തുക, നമ്മളെ തേടി അത്തരം അവസരങ്ങൾ വരിക, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ വരിക, നമ്മളെ തിരഞ്ഞെടുക്കുക, ഈ മേക്കേഴ്സിൻ്റെ ഉള്ളിൽ നമ്മളുണ്ടാവുക എന്നുള്ളതൊക്കെ ഒരു വലിയ പ്രോസസ്സല്ലേ. ആ ഒരു പ്രോസസ്സ് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇനി? That's a wonderful question because I think that is what I need to work on. ഞാൻ ഇത്രയും നാളും ഇപ്പം ഐ വാസ് സ്റ്റേയിങ് അവേ ഫ്രം സിനിമ, ബട്ട് ഐ വാസ് മീറ്റിംഗ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഫ്രം വിത്തിൻ ദി ഇൻഡസ്ട്രി. അവരുമായിട്ടൊക്കെ ഒരുപാട് ഞാൻ ടൈം ഇൻട്രാക്ഷന് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ അല്ലാതെ കുറേ സുഹൃത്ത് ബന്ധങ്ങളിലൂടെ പല പല എക്സലൻറ്റ് ക്രിയേറ്റീവ് എന്താ പറയുക പൊട്ടൻഷ്യലുള്ള ക്രിയേറ്റീവ് ഹെഡ്സായിട്ട് നമ്മളിരുന്ന് ചർച്ച ചെയ്യാറുണ്ട് പല കാര്യങ്ങളും. എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ട് കമ്മിങ് ഫ്രം ദ സെയിം ഇൻഡസ്ട്രി. ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് ഇവരെല്ലാവരും. സ്ത്രീ സുഹൃത്തുക്കളുടെ ജനറലി ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക് എടുക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കുറേ പേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തത്. അവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടായിട്ടുണ്ട്. ഐ തിങ്ക് മലയാളി എന്നുള്ളൊരു മലയാളി ആക്ടർ, ഞാൻ തമിഴിലും കന്നഡയിലും ഒരു സിനിമ, തമിഴിൽ 2 സിനിമ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് വളരെ ഹ്യൂജാണ്. മാത്രമല്ല മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് ബാക്കപ്പ് ഇസ് സംതിങ് ഇസ് വെരി സോളിഡ്. അതായത് നമ്മുടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെ കലാഭവനും KPCയും എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതിൻ്റെ ഒരു വെയിറ്റും കൂടെ ഉണ്ട് നമുക്കപ്പം. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ എനിക്ക് ഇത്രയും ബ്രേക്ക് എടുത്തു, ഇത്രയും സംസാരിച്ചു എന്ന് പറഞ്ഞ് ഐ കാൻ ജസ്റ്റ് സിറ്റ് ഐഡിൽ. ഐ വിൽ ഹാവ് ടു വർക്ക് മൈ വേ ത്രൂ. നല്ല എനിക്കിഷ്ടമുള്ള, ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂടെ, മേക്കേഴ്സിൻ്റെ കൂടെ, റൈറ്റേഴ്സിൻ്റെ കൂടെയൊക്കെ ഞാൻ അങ്ങോട്ട് എത്തിപ്പെടണം. ഇത് ഒരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒരു കംബാക്ക് നടത്തുക എന്നുള്ളത്. അത് ഞാൻ എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ക്രാഫ്റ്റ്, ഒരു ആക്ടിംഗ് എന്നുള്ളൊരു ക്രാഫ്റ്റ് പല രീതിയിൽ നമുക്കതിനെ പരിപോഷിപ്പിക്കാം. അതിന് ഈ പറഞ്ഞ എക്സ്പീരിയൻസസ് ഒക്കെ ഒരു ഭാഗമാണ്. അതോടൊപ്പം സിനിമ കാണുക, അല്ലെങ്കിൽ ഈ പെർഫോമൻസ് ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന പലരും ഉണ്ടാവും. ആ രീതിയിൽ ഒരു സിനിമയുടെ ഒരു വാച്ചിങ് പാറ്റേൺ, എത്തരം സിനിമകളാണ്, ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ശ്രദ്ധിക്കാറുണ്ടോ? ആ ഒരു രീതി എങ്ങനെയാണ്? ഓഫ് കോഴ്സ് യെസ്. ഐ തിങ്ക് ഞാൻ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സിനിമകൾ തന്നെയാണ്. ഈ 4 വർഷം ഓഫ് കോഴ്സ്. അതല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ക്രാഫ്റ്റിന് വേണ്ടിയാണ് ഞാൻ ഈ സമയം ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ സിനിമകൾ കാണാതെ എങ്ങനെ ഇരിക്കുന്നത്? നല്ല നല്ല പെർഫോമൻസസും ഗ്ലോബൽ ഇതിലുള്ള തലത്തിലുള്ള സിനിമകളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. വായന ഈസ് അനദർ തിങ് ദാറ്റ് കുറേ നാൾ എനിക്ക് ബ്രേക്ക് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത്. വായന പിന്നെ അത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബിക്കോസ് നമ്മുടെ ഈ വിഷ്വലൈസേഷൻ, മറ്റേ എന്തൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാം, നമ്മുടെ ഇമാജിനേഷനും നമ്മുടെ ഒരു വേറൊരു തരം പ്രോഗ്രാമിംഗ് നടക്കുമല്ലോ. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ്സ് ടു ഇൻകൾക്കേറ്റ്. ഇഫ് യു ആർ എൻ ആർട്ടിസ്റ്റ്, ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ഫോർ യു ടു റീഡ് ബുക്സ്, വാച്ച് ഫിലിംസ്, പിന്നെ ലിവ് എ ലൈഫ്. ഐ വുഡ് സേ എല്ലാത്തിനും ഉപരി ജീവിതം വളരെ റിയലായിട്ടും റോ ആയിട്ടും നിന്ന് ജീവിക്കാൻ പറ്റുക, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, സ്വന്തം ഇമോഷൻസ്. ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്ററിലൊക്കെ പോയിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോയിട്ട് ഇന്നൊരു ഇമോഷൻ തന്നിട്ട് ഇത് എക്സ്പ്രസ് ചെയ്യൂ എന്നതിനുപരിയായിട്ട് ഇന്ന ഒരു സിറ്റുവേഷൻ, ലൈഫ് സിറ്റുവേഷനിൽ ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ ഇത് മാറി നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അതായത് എൻ്റെ തന്നെ ദേഷ്യമോ എൻ്റെ തന്നെ വിഷമമോ എനിക്ക് തന്നെ മാറി നിന്നിട്ട് എൻ്റെ ആ ഒരു ഇമോഷനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നൊരു തരം, എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞ് എനിക്ക് എങ്ങനെ ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പുറത്തുനിന്ന് അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ യു ആർ ദ തേർഡ് പേഴ്സൺ ദെയർ. സോ എ ലോട്ട് ദാറ്റ് ഐ ഹവ് ലേൺഡ്. ഇപ്പം ഞാൻ എത്ര വായിച്ചിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ജീവിതം ജീവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യണം. ഞാൻ നല്ല കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് നല്ല പെർഫോമൻസുമായിട്ട് മുമ്പോട്ട് വന്ന് നിങ്ങൾക്ക് തോന്നണം അപ്പോഴാണ് ശരിക്കും ഇതൊക്കെ അർത്ഥവത്താവാൻ പോകുന്നത്. ഇതൊരു ലിറ്റററി ഫെസ്റ്റിവൽ വേദി കൂടിയാണ്. എനിക്കൊന്ന് ഇങ്ങനത്തെ ഒരു വേദിയിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത് അല്ലേ?
എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഇവിടുത്തെ ഒരു എനർജി എങ്ങനെയാണ് തോന്നിയത്? വേറെ തരം ക്രൗഡിനെയാണല്ലോ കാണുന്നത്. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ സംസാരിക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസിനൊക്കെ പോകുന്ന ആളാണ്. ഒരു ഗസ്റ്റ് ആയിട്ട് വരികയും കേൾക്കാൻ ആളുകൾ വരുന്നു, നേരിട്ട് സംസാരിക്കുകയാണ്. അതിൻ്റെ ഒരു എനർജി എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഇറ്റ്സ് വണ്ടർഫുൾ. പിന്നെ ഞാൻ അങ്ങനെ അധികം അതിൻ്റെ ഔട്ട്കം എന്താണ്, നിങ്ങൾ എന്നെ എങ്ങനെ കാണാൻ പോകുന്നു, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഷമിനോടുള്ളൊരു നല്ലൊരു കോൺവെർസേഷൻ, അത് മാത്രമാണ് എൻ്റെ ആലോചിച്ചുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ കാര്യമായിട്ട് അങ്ങനൊരു ചിന്തിച്ചില്ല. ഇല്ലില്ല. ഇപ്പോൾ പുസ്തക വായനകളെ കുറിച്ച് പറഞ്ഞു. പുസ്തകങ്ങളുടെ വേദി കൂടിയാണല്ലോ. എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്തൊരു പുസ്തകത്തെക്കുറിച്ചുള്ള ഓർമ്മ, അല്ലെങ്കിൽ ഒരു റൈറ്റർ, ഒരു പുസ്തകം വായിച്ചതിൻ്റെ ഒരു അനുഭവം ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ പറയുകയാണെങ്കിൽ ഏതായിരിക്കും? തീർച്ചയായിട്ടും എനിക്ക് ഞാൻ വളരെ ലേറ്റായിട്ടാണ് ആ പുസ്തകം വായിച്ചത്. ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറഞ്ഞ എക്സ്യൂപ്രയുടെ ഒരു പുസ്തകം. എന്നെ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു പുസ്തകമാണ്. വായിച്ചിട്ടുണ്ടോ അത്? വായിക്കണം, മസ്റ്റ് റീഡ് ആണ്. ഒറ്റ ദിവസം മതി, നമുക്ക് ഒരു 2-3 മണിക്കൂർ മതി ഈ പുസ്തകം വായിച്ചു തീർക്കാനായിട്ട്. ദ ലിറ്റിൽ പ്രിൻസ്, എക്സ്യൂപ്രേ എന്നാണ് ഓത്തറിൻ്റെ പേര്. ഭയങ്കര രസമാണ് പുസ്തകം. ആ പുസ്തകം ചില സിനിമകളും ചില പുസ്തകങ്ങളും നമുക്ക് റീവാച്ചിന് വേർത്തിയാണ് നമ്മൾ പറയത്തില്ലേ. വൈ ഇസ് ഇറ്റ് സോ? ബിക്കോസ് എവറി ടൈം യു റീവാച്ച് ഇറ്റ്, എവറി ടൈം യു റീറീഡ് ഇറ്റ്, ഇറ്റ് ഹിറ്റ്സ് യു ഡിഫറെൻറ്റ്. നമ്മൾ തന്നെ ആലോചിക്കും, ഇത് ഞാൻ 2 വർഷം മുമ്പ് കണ്ടപ്പം ഇങ്ങനൊരു സാധനം ഞാൻ സ്പോട്ട് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം ഞാൻ എൻ്റെ ചിന്തയിലൂടെ കടന്നു പോയില്ലല്ലോ. റീഡ് ചെയ്യുമ്പോഴും റീവാച്ച് ചെയ്യുമ്പോഴും എനിക്കെപ്പോഴും അതാണ് കിട്ടാറുള്ളത്. അപ്പം ദിസ് ഇസ് വൺ ബുക്ക് worthy of it, you know, as in you can reread it anytime you want. Then എന്നെ ഭയങ്കരമായിട്ട് ഒരു പ്രായത്തിൽ, ഐ തിങ്ക് ഞാൻ 10th പഠിക്കുമ്പോഴാണ് ഈ ബുക്ക് ആദ്യമായിട്ട് വായിക്കുന്നത്. 10th or 11th, 15-16 തുടങ്ങിയത്. പക്ഷേ അപ്പം നമ്മൾ ജീവിക്കുന്നത് എന്താണ്, നമ്മൾ ഇങ്ങനെയുള്ളൊരു വീടും സ്കൂളും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടെ. ഞാൻ എൻ്റെ ടീച്ചർ നിനക്കിത് ഇഷ്ടപ്പെടും, നീ ഇത് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു ബുക്കായിരുന്നു ഖാലിദ് ഹുസൈനിയുടെ 1000 Splendid Suns. എന്നെ ഭയങ്കരമായിട്ട് ആ പ്രായത്തിൽ, അതൊരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞു പോകുന്ന പുസ്തകമാണ്. അതെന്നെ ഭയങ്കരമായിട്ട് എന്നെ മൂവ് ചെയ്തിട്ടുണ്ടെന്നല്ല ഞാൻ പറയേണ്ടത്, എന്നെ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളൊരു പുസ്തകം തന്നെയാണ്. പ്രേക, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടിയിരിക്കുന്ന ഓഡിയൻസ് ഉണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രേകയോട് ചോദിക്കാനുണ്ടാകും. ഇനി നമുക്ക് അവർക്ക് മൈക്ക് കൊടുക്കാം. ഷോ അല്ലേ? ഹായ്. ഹലോ. So you said you took a break, but you always there in the limelight. I mean, ട്രോളേഴ്സ് ആയാലും അല്ലെങ്കിൽ എന്താ പറയുക, ഇൻസ്റ്റാ FB ചാനൽസിൻ്റെ എല്ലാം ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു. യു ടുക്ക് ലൈഫ് ഡിസിഷൻസ് ലൈക്ക്, ഐ മീൻ എന്താ പറയുക, മേ ബി ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേറ്റീവ് വൺ. ഹെയർ കട്ട് ചെയ്യുന്നു, കളർ ചെയ്യുന്നു, യു വോർ എ ഡ്രസ് ലൈക്ക് നമ്മളാരും ചിന്തിക്കാത്ത ടൈപ്പിലുള്ള ഡ്രസ്സ് ചെയ്യുന്നു. സോ ഡിഡ് യു ജസ്റ്റ് ഡൂ ഇറ്റ് ഫോർ യുവർ സെൽഫ് ഓർ വാണ്ടഡ് ടു ഷോ ഓഫ് സംതിങ്? ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഓക്കെ, അത് മതി. വൺ ബൈ വൺ ആയിട്ട് ആൻസർ ചെയ്യാം. I always do things for myself. I don't do it for people. I think നമ്മളെല്ലാവരും നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ഞാൻ വേറൊരാൾക്ക് വേണ്ടി, ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയിൽ മാത്രമായിരിക്കും. അവിടെയും കൊണ്ട് ഞാനത് നിർത്തും. ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ്. പിന്നെ ഞാനല്ലാതെ ഒരു പേഴ്സണൽ ജീവിതം എങ്ങനെ ജീവിക്കുന്നു? എനിക്ക് ഇഷ്ടമാണ് കീറിയ പാൻറ്റും കീറിയ ഷർട്ടും ഒക്കെ ഇട്ട് നടക്കാനായിട്ട്. എന്ത് സുഖമാണെന്ന് പറയും. പ്രത്യേകിച്ച് ചൂടുള്ള ഈ ക്ലൈമറ്റിൽ നമുക്ക് കാറ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കയറും. അപ്പം ഭയങ്കര നമ്മൾ കംഫർട്ടബിളായിട്ട്, ഇത് ഒറ്റ ലൈഫേ ഉള്ളൂ. യു ഷുഡ് ലിവ് ദ ലൈഫ് ദറ്റ് യു വാണ്ട് ടു ലിവ്, വെയർ വാട്ട് എവർ യു ലൈക്ക്. പിന്നെ ധൈര്യം വേണം. ആൾക്കാർ പലതും പറയുമായിരിക്കും. അപ്പം അത് നമ്മൾ തലയിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ജസ്റ്റ് വാക്ക് എനി റോഡ് ജസ്റ്റ് ബൈ ബീയിങ് യുവർ സെൽഫ്. ഐ മീൻ അങ്ങനെ ഒരുപാട് പേര് നെഗറ്റീവ് കമൻസ് ഇടുന്ന കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് വീഡിയോൻ്റെ താഴെയായിട്ട്.
അപ്പോൾ അങ്ങനെ കണ്ട കമൻസോ അല്ലെങ്കിൽ ആരെങ്കിലും നേരിട്ട് വന്ന് പറഞ്ഞതോ കേട്ടിട്ട് വിഷമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് മേ ബി പുറത്തേക്ക് കാണിച്ചില്ലെങ്കിലും അകത്തേക്ക് എടുത്ത എന്തെങ്കിലും ഒരു സംഭവമോ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ്. എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടി നിൽക്കുന്ന ഒരാളെ അല്ല ഞാൻ. എന്നെ അത് ബാധിക്കുന്നത് എൻ്റെ ആൾക്കാർക്ക് എന്തും പറയാം, അത് അവരുടെ റൈറ്റാണ്. അവർക്ക് ഐ ആം റെഡി ടു ബി ഡിസ്ലൈക്ഡ് ഓൾസോ. എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ നിർബന്ധം പറയത്തില്ല. കാരണം ഞാൻ എല്ലാവരുടെയും ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരാളല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ആളാണ്. അപ്പം ഞാനെന്ന വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. അതെടുക്കട്ടെ, അവരുടെ ജീവിതം അവർ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പ്രയാഗമാട്ടിനെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള അത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അപ്പോഴാണ് ഞാനിവിടെ കളറടിച്ചതും ഇതൊന്നും അവർക്കും അവരുടെയും ജീവിതത്തിലൊരു വിഷയമാവരുത്. അവരെന്നെ മൈൻഡ് ചെയ്യരുത്. ബേസിക്കലി അവരെന്നെ സിനിമയിൽ കാണുമ്പോൾ നല്ല കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ അതവർ അംഗീകരിക്കും, അവരത് സ്വീകരിക്കും, അവർ കോംപ്ലിമെൻറ്റ് ചെയ്യുമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവരെന്നെ തെറി വിളിക്കുമായിരിക്കും. പക്ഷേ ഐ തിങ്ക് that's just a part of this game, and I'm ready to be disliked as well for, you know, see, എനിക്ക് എൻ്റെ ഒരു ജീവിതം ഉണ്ടല്ലോ. ഐ ഹാവ് എ പേഴ്സണൽ ലൈഫ് ആസ് വെൽ. സോ അത് എൻ്റെ മാത്രം കൺട്രോളിൽ ഉള്ളൊരു സംഭവമാണ്. അതിൻ്റെ റിമോട്ട് കൺട്രോൾ എനിക്ക് തന്നെയാണ് വേണ്ടത്. മാം, ഒരു 4 to 5 years മാമിൻ്റെ ഇപ്പോൾ ഒരു ഈ അഭിനയ ജീവിതത്തിൽ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ 4 to 5 years വന്ന ഏതെങ്കിലും ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇത് ഞാൻ കമ്മിറ്റ് ചെയ്യേണ്ട ക്യാരക്ടർ ആയിരുന്നു, ഞാനത് ബെറ്ററായിട്ട് ചെയ്തേനെ, അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ബിക്കോസ് വാട്ട് ഈസ് മെൻറ്റ് ഫോർ മീ വിൽ കം ടു മീ. ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ ഞാൻ പലവർ ചെയ്തതായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നല്ലാതെ ഇതൊക്കെ എനിക്ക് പോയി ഞാൻ ചെയ്തോട്ട് ശരിയാവത്തുമില്ല. ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഞാൻ തപ്പിപ്പിടിച്ച് പോയി ചെയ്യണം എന്നുള്ള ഇതിലാണ്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അൺപ്ലാൻഡ് ട്രിപ്സാണ് ഏറ്റവും കൂടുതൽ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി പ്രയാഗൻ ആസ് എൻ ആക്ട്രസ് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പക്ഷേ നമ്മൾ കാണുമ്പോൾ ലൈക്ക് കുറേ സിറ്റുവേഷൻസ് ഐ ഓൾസോ ഫീൽ ദ സെയിം. കാരണം ഞാനും ഈ കളർ അടിച്ച് അവിടെ നടക്കുമ്പോൾ ലൈക്ക് ഐ ഫെൽ ദ സെയിം സിറ്റുവേഷൻ ആസ് യു. ലൈക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ധൈര്യം വേണം. ഒരു ധൈര്യമില്ലാതെ ഇതിനൊരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ പറയുമെങ്കിലും ലൈക്ക് നമുക്കൊരു ലൈഫേ ഉള്ളൂ, നമ്മൾ അതിനെ ഫുള്ളസ്റ്റ് ജീവിക്കണം എന്ന് പറയുമ്പോഴും ചില സമയത്ത് നമുക്ക് നമ്മുടെ തലയിൽ കയറും. ബട്ട് വി ഡോണ്ട് ടുക്ക് ഇറ്റ്. ഓക്കെ, അതല്ല എൻ്റെ ക്വസ്റ്റ്യൻ. ലൈക്ക് ഈ അൺപ്ലാൻഡ് ട്രിപ്സ് എല്ലാം പോകുമ്പോൾ വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നല്ല കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും. ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് ലൈക്ക് പ്രയാഗ ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ ഓടിയെത്തുന്ന ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് മൊമെൻ്റ് ഏതായിരിക്കും? ഞാനിപ്പം ട്രാവലിനെ പറ്റിയാണ് ചോദിച്ചത്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്തത് ഈസ് ആസ് എൻ ആർട്ടിസ്റ്റ് ഓൾസോ. ഐ എക്സ്പ്ലെയിൻ ടു വൈ. ഞാൻ ഈ മാസായ് മാറെ പോയായിരുന്നു കെന്യയിൽ. എൻ്റെ പേരൻസുമായിട്ടാണ് ഞാൻ പോയത്, സഫാരി. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ മാസായ് മാറ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ലാൻഡാണ്, ലോഡ് ഓഫ് ആനിമൽസ്. അപ്പം നമ്മളിങ്ങനെ ആനിമൽസ് അവർ ചേസ് ചെയ്യുന്നത്, കില്ല് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുവാണ്. ഇറ്റ്സ് എ സഫാരി റൈഡ്, നോ? അപ്പോൾ ദെൻ യു ഒബ്സർവ് ഇറ്റ്. സൈലൻസിൽ നമ്മൾ വാച്ച് ചെയ്യാണ്. ഞാനൊരു ലയൺ കില്ല്, ചീറ്റാ കില്ലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ആനിമൽസിൻ്റെ മൂവ്സ് ഉണ്ടല്ലോ, അവരെ തന്നെ അവർക്ക് ഇപ്പം ആര് വന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതൊന്നും അവർക്കൊരു വിഷയമല്ല. അവർക്ക് അവരുടെ പ്രിഡേറ്റർ എന്നുള്ള സാധനമാണ്. ഇത് മൂന്നാമതൊരാളായിട്ട് നിന്ന് വാച്ച് ചെയ്യുക എന്ന് പറയുന്നത്, ആസ് എൻ ആർട്ടിസ്റ്റ് ഐ എം സേയിങ്, ഐ എം ലൈക്ക് വാവ്, വാട്ട് എ ടൈഗർ, വാട്ട് എ ലയൺ. സോറി, ടൈഗർ ഇല്ല, മാരയിലെ ടൈഗർ ഇല്ല, അവിടെ കെനിയിലെ ടൈഗേഴ്സ് ഇല്ല. ബട്ട് ഐ എം തിങ്കിങ് ടു മൈസെൽഫ്, വാട്ട് ഈസ് ദാറ്റ്? അവരുടെ പ്ലാനിങ്, പ്രിസിഷൻ, അവരുടെ കണ്ണുകളിലുള്ള ആ ഒരു യുനോ യെസ്. സോ കറക്റ്റായിട്ട് പോയി ചേസ് ചെയ്യുക, കില്ല് ചെയ്യുക, അത് പിന്നെ ഡിവൗർ ചെയ്യുക, അതായത് ആ ഭക്ഷണം രസിച്ച് കഴിക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്രിയേറ്റീവാണത്, ആ പ്രോസസ്സ്. വെരി ഇൻസ്പയറിങ്. ഇപ്പം ട്രാവൽ എന്ന് പറയുന്ന സാധനം നമുക്ക് എസ്പെഷ്യലി ആൻ അൺപ്ലാൻഡ് ട്രാവൽ നമുക്ക് എന്ത് സമ്മാനിക്കുമെന്നുള്ളത് നമുക്ക് ചിലപ്പം ഭക്ഷണമില്ലാത്ത അവസ്ഥകൾ വരാം,
അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് വരാം, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു കംഫർട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് വരും. ഇതൊക്കെ നമ്മളെ ഗ്രൗണ്ട് ചെയ്യും. എന്നെ ഒരുപാട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒക്കെ. ഇത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ റിഫ്ലെക്റ്റ് ഇസ് വാട്ട് ഐ എം സെയിങ്. വെൻ ഐ ആക്ട്, വെൻ ഐ ലിവ് എ ലൈഫ്, I think it's made me a better person. And I always believe that the better you become as a person, the better you are an artist. So I think values inculcate ചെയ്യാനൊക്കെ ഒരുപാട് ഞാൻ ക്ഷമ, forgiveness, എന്താ പറയുക, ലോട്ട് ഓഫ് അൺലേണിങ്, ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്സ്. പിന്നെ റിലേഷൻഷിപ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ നോ ദാറ്റ് ഐ എം ഡീവിയേറ്റിംഗ് ഫ്രം ദ ടോപ്പിക്, ബട്ട് ജസ്റ്റ് നാച്ചുറലി കെയിം ടു ദിസ് പോയിന്റ്. വേറൊരാളുടെ കണ്ണിലൂടെ നമ്മൾ എന്താണെന്ന് അറിയുന്നതും ഈസ് എ റിയലൈസേഷൻ. സോ ഇങ്ങനെ പറഞ്ഞു പോകാനാണെങ്കിൽ ഒരുപാടുണ്ട്. യാ, ലോട്ട്. I loved taking a break and living a life. ഫുക്രി സിനിമ കണ്ടിരുന്ന വളരെ നല്ല അഭിനയമായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം പിന്നെ വളരെ കുറച്ച് പടങ്ങൾ മാത്രമേ പ്രയാഗ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. മലയാള സിനിമയിൽ ഒട്ടുമിക്ക നായികമാരും വരുന്നു, ഒരു 3-4 ചിത്രങ്ങളിൽ സക്സസ് ആയി നിൽക്കുന്നു. അതിനുശേഷം അവർ ഫീൽഡ് ഔട്ടായി ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണ്. നായികമാരെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഒതുക്കൽ രാഷ്ട്രീയം സിനിമാ മേഖലയിലുണ്ടോ? നായകന്മാർ വരുന്നവർ ഭൂരിഭാഗം പേരും പിടിച്ചു നിൽക്കുന്ന സാഹചര്യം കാണാറുണ്ട്. നായികമാർ നിരവധി മലയാളത്തിൽ വന്നു പൊക്കൊണ്ടേയിരിക്കുന്നു, സിനിമകൾ ഒരുപാട് സബ്മിറ്റ് ചെയ്യാതെ. ഇപ്പോൾ പ്രയാഗയൊക്കെ നിലവിൽ പുതിയ സിനിമകളിലൊന്നും ഞാൻ അടുത്തെങ്ങും പ്രയാഗയെ കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ച് സിനിമകളിൽ വന്ന് സക്സസ് ആയതിനു ശേഷം പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ പുറത്താക്കുന്ന രീതിയിലൊരു രാഷ്ട്രീയം മലയാള സിനിമയിലുണ്ടോ? അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചേട്ടാ, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ അനുഭവിക്കാത്തൊരു കാര്യത്തെപ്പറ്റി ഞാൻ കോമൻറ്റ് ചെയ്യുന്നത് ശരിയാവത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് മര്യാദയല്ല. ഞാൻ ബ്രേക്ക് എടുത്തത് എൻ്റെ മാത്രം തീരുമാനമാണ്. എനിക്കൊരു പ്രിവിലേജ് ഉണ്ടായി. കാരണം അത്രയും നാൾ ഞാൻ വർക്ക് ചെയ്തിട്ട് സ്വരുക്കൂട്ടിയൊരു സമ്പാദ്യം ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ പ്രിവിലേജ്. ആ പ്രിവിലേജ് വെച്ചിട്ടാണ് ഞാൻ ബ്രേക്ക് എടുത്തത്. കാരണം ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മളെങ്ങനെ ഉണ്ണും, നമ്മളെവിടെ കിടക്കും? അപ്പം എനിക്ക് തോന്നുന്നു വന്ന സമയത്തെ എനിക്കൊരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ളൊരു സാഹചര്യം വന്നത് ഒരു 5 വർഷത്തിന് ശേഷമാണ്. അങ്ങനെ ഞാൻ ആ സാഹചര്യത്തിന് വേണ്ടി ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. ദെൻ ഐ ടുക്ക് എ ബ്രേക്ക്. സോ ഇൻഡസ്ട്രി ആയിട്ട് എന്നെ മാറ്റി നിർത്തിയതല്ല. എൻ്റെ അടുത്തുള്ള വൃത്തത്തിലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ബ്രേക്ക് എടുത്തതല്ല. ഞാൻ എനിക്കായിട്ടെടുത്ത എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയും എൻ്റെ മാത്രം തീരുമാനമായിരുന്നു എൻ്റെ കരിയറിലെ ബ്രേക്ക്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും എനിക്കാണ്. സോ ഓക്കെ, അതായിരുന്നു നമ്മുടെ ഓഡിയൻസിൻ്റെ ചോദ്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്പേസ് എന്നുള്ളത് പലരെയും പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈ നോയ്സ് ഇവിടെ തന്നെ ഉണ്ടാവും ചിലപ്പോൾ കുറച്ച് കാലം. ഇനിയും പ്രയാഗ അതൊക്കെ കാണും, നേരിടും ഒക്കെ ചെയ്യും. പക്ഷേ ഇപ്പം പ്രയാഗയ്ക്ക് കിട്ടിയ ലൈഫ് എക്സ്പീരിയൻസ് വേറെയാണ്. മേ ബി അവിടെ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് വേറൊരു നിസ്സംഗഭാവത്തിലോ ഒക്കെ ആയിരിക്കും ഇതിനെ വീക്ഷിക്കാൻ പോകുന്നതും ഒക്കെ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇനി എൻ്റെ മെൻ്റൽ പീസിനെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിനെ ഒന്നും ടച്ച് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി യെസ്. കാരണം എനിക്ക് 18 വയസ്സിൽ ഞാൻ സിനിമയിൽ ഇത് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഉണ്ടാവാതിരുന്നത് ഒരു സ്ട്രക്ചറാണ്. ഇന്നെനിക്ക് എനിക്കൊരു റൂട്ടീനുണ്ട്, എനിക്കൊരു സ്ട്രക്ചറുണ്ട്, എനിക്കൊരു ലൈഫ് സ്റ്റൈലുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ഇന്നർ സെൽഫിനെ സെൻറ്റർ ചെയ്ത് നിർത്താനുള്ള കുറേ പ്രാക്ടീസസ് ഉണ്ട്. കുഡ് ബി പ്രൈവറ്റ്, വെരി എന്താ പറയുക എനിക്ക് മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ ഉള്ളത് കാരണം ഇതിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. പീസുണ്ട് ഇപ്പം. ഐ തിങ്ക് ഐ ഫൗണ്ട് ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ. സമാധാനം ഉള്ളൊരു ജീവിതം ഞാൻ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇനി എൻ്റെ അങ്ങോട്ടുള്ള ജേർണി ഇരിക്കുക. അതിൻ്റെ ഒരു ക്ലാരിറ്റി വലുതാണ് അല്ലേ? ആ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ ലൈഫിലെടുക്കുന്ന എല്ലാ ഡിസിഷനെയും ഫോളോ ചെയ്യും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഫൈനലി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം പ്രയാഗയുടെ ലൈഫിലൊരു
ചില ക്രൈസിസ് ഉണ്ടായ സമയത്തൊക്കെ ഇപ്പം ഒരു കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനൊക്കെ പോകേണ്ട സമയത്ത് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ചേർത്ത് നിർത്തലുണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ആ കൊളീഗ്സിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു സപ്പോർട്ട്, ഇത് നമ്മുടെയും കൂടെ സ്ഥലമാണ്, വി ഓൾസോ ബിലോങ് ഹിയർ എന്നൊരു തോട്ട് അവരുണ്ടാക്കാറുണ്ടോ? അവരെന്തിനാ എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്? ഞാനായിട്ട് എന്താ പറയുക, എന്തെങ്കിലും ഒരു ഇതിൽ ഒരു ന്യൂസ് മേക്കർ എന്നുള്ള രീതിയിൽ നെഗറ്റീവ് രീതിയിലാണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അവിടെ ഞാൻ എന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എന്തെങ്കിലും മെസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ക്ലീൻ ഇറ്റ് ഓർ സേ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ഇറ്റ്. ആൻഡ് ഇഫ് ഐ ആം ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ദ മീഡിയ ആൻഡ് ആൻസർ ഇറ്റ്, ഐ ഹാവ് ടു ഡു ഇറ്റ്. യെസ്, സോഷ്യൽ ഒരു ഇത് കൂടി ഉണ്ടല്ലോ, ബോധ്യം കൂടെ എനിക്ക് ഉണ്ടാവണമല്ലോ, ഏതൊരാൾക്കും ഉണ്ടാവണം. സോ എനിക്കെപ്പോഴും സുഹൃത്തുക്കൾ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. എനിക്ക് സുഹൃത്തുക്കൾ ഇൻഡസ്ട്രിയിലും ഉണ്ട്, അതിന് പുറത്തും ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. ഐ തിങ്ക് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദെയർ. ഫ്രണ്ട്ഷിപ്പല്ലേ ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും ബേസിസ് എന്ന് പറയുന്ന, ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പാണ്. അത് ഒരുപാട് എന്താ പറയുക, ഐ എം ജസ്റ്റ് വെരി ഗ്രേറ്റ്ഫുൾ. ഐ വുഡ് ലൈക്ക് ടു ടേക്ക് every platform, every opportunity to thank people who have supported me, people who have, including all of you all, who have been with me and support me, and my well-wishers, friends. അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്ന പോലെ പ്രയാഗയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ആ ഒരു ആക്ടർ എന്ന അഭിനയിക്കാനുള്ള കൊതിയെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന നല്ല നല്ല കഥാപാത്രങ്ങൾ വരട്ടെ. ഈ ഫാമിലിയുടെ ലെഗസി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. Thank you, Shaman. Thank you so much. Thanks to Madhrubhumi. Thank you so much for having me here today. Thank you for all your patience, all of you all. Thank you for the time that you spent here.